Hi students, Hindi third lesson, Tuta Pahiya. Tuta Pahiya, തകർന്ന ചക്രം. ഈ കവിത എഴുതിയിട്ടുള്ളത് ധർമ്മവീർ ഭാരതി. टूटा पहिया धर्मवीर भारती की कविता है. ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് ടൂട്ടാ പഹിയ. നമ്മുടെ ഹിന്ദി 1ഉം 2ഉം പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് ഈ കവിതയുടെ വരികളുടെ അർത്ഥം മനസ്സിലാക്കാം. മേം, ഞാൻ. മേം മുകളിൽ 2 വരയുണ്ട്, അപ്പോൾ ഞാൻ എന്നർത്ഥം. ഒരു വരയുമ്പോഴാണ് ഇൽ എന്നർത്ഥം വരിക. മേം, ഞാൻ. രഥ് കാ, രഥത്തിൻ്റെ. ടൂട്ടാ ഹുവ പഹിയാഹും, തകർന്ന ചക്രമാകുന്നു. ഞാൻ രഥത്തിൻ്റെ തകർന്ന ചക്രമാകുന്നു. ലേക്കിൻ, എന്നാൽ. മുജെ ഫേങ്കോ മത്, എന്നെ വലിച്ചെറിയരുത്. ഫേങ്കോ എന്ന് പറഞ്ഞാൽ എറിയ, ഫേങ്ഖ്ന എറിയുക, മത്ത് അരുത്, ഡോണ്ട്. എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ലേക്കിൻ മുജെ ഫേങ്കോ മത്. ക്യാ ജാനെ, ആർക്കറിയാം. കബ്, എപ്പോൾ. ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേം, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ. അക്ഷൗഹിണി സേനാവോം കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സേനയെ, അതായത് കൗരവസേനയെ. ചുനൗത്തി ദേത്താ ഹുവ, വെല്ലുവിളിച്ചുകൊണ്ട്. ചുനൗത്തി ദേത്ത, വെല്ലുവിളിച്ചുകൊണ്ട്, ചലഞ്ച് ചെയ്തുകൊണ്ട്. ചലഞ്ചിങ് ദ കൗരവ ആർമി, കൗരവസേനയെ വെല്ലുവിളിച്ചുകൊണ്ട്. കോയി ദുസ്സാഹസി, ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ. ദുസ്സാഹസി എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സമയത്ത് ധൈര്യം കാണിക്കുന്നവൻ എന്നർത്ഥം. കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർജായെ, ഈ കൗരവസേനയുടെ ചക്രവ്യൂഹത്തിലേക്ക് ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് വീഴും, അവിടെ വളയപ്പെടും എന്ന് ആർക്കറിയാം. അപ്പോൾ ഇവിടെ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു സീൻ, ഒരു രംഗമാണ് കവി ഈ കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവി ഈ മഹാഭാരതത്തിൻ്റെ ഈ ഒരു സീൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ടാവും അഭിമന്യു, ചക്രവ്യൂഹം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഒരു ടെക്നിക്കാണ്, ഒരു യുദ്ധരീതിയാണ്, മെത്തഡ് ഓഫ് വാർ. അത് ശത്രുവിനെ കുറേ പേര് ഒരുമിച്ച് ചേർന്നിട്ട് വളഞ്ഞ് കെണിയിലകപ്പെടുത്തി വധിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ മഹാഭാരതത്തിൽ അർജുനൻ്റെ മകനായിട്ടുള്ള അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൻ്റെ അകത്തേക്ക് കയറാനറിയാം, എന്നാൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വിദ്യ അറിയില്ലായിരുന്നു. അത് ആ മഹാഭാരത കഥയിൽ പറയപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് കൊല്ലപ്പെടുന്ന ആ ഒരു സീനാണ് ഇവിടെ കവി വിവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത വരി നോക്കാം. അപ്നെ പക്ഷിക്കോ, സ്വന്തം പക്ഷത്തെ. അസത്യ ജാൻതേ ഹുയേ ബി, അസത്യമാണ് എന്നറിഞ്ഞിട്ടും. സ്വന്തം പക്ഷം അസത്യത്തിൻ്റെ കൂടെയാണ് എന്നറിഞ്ഞിട്ടും. ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ. കാരണം അന്ന് അഭിമന്യു ഉണ്ടായിരുന്നത് കൗരവപക്ഷത്താണ്. മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് യോദ്ധാക്കൾ പാണ്ഡവപക്ഷത്ത് നിലനിന്നിരുന്നു. അപ്പോൾ ആ ചെയ്യുന്ന കാര്യം, അഭിമന്യുവിനോട് ചെയ്യുന്ന ഒരു കാര്യം അധർമ്മമാണ് എന്നവർക്ക് അറിയാമായിരുന്നിട്ടും അവർ യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സ്വന്തം ഭാഗത്താണ് അസത്യം എന്നറിഞ്ഞിട്ടും വലിയ വലിയ മഹാരഥന്മാർ. അഖേലി നിഹത്തി ആവാസ് കോ, അഖേലി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, നിഹത്തി നിരായുധനായ, ആവാസ് കോ ശബ്ദത്തെ, ഒറ്റയ്ക്കുള്ള നിരായുധനായ ശബ്ദത്തെ. അഭിമന്യു അവിടെ നിരായുധനായിട്ടാണ് നിൽക്കുന്നത്. അപ്നെ ബ്രഹ്മാസ്ത്രോം സേ, സ്വന്തം
ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് കുജൽദേന ചവിട്ടി മെതിക്കാൻ ചാഹേം ആഗ്രഹിച്ചു. അപ്പോൾ അവിടെ അഭിമന്യു നിരായുധനായിക്കൊണ്ട് ചക്രവ്യൂഹത്തിനിടയിൽ നിലയുറപ്പിച്ച ആ സമയം. അപ്പോൾ ഒരു യുദ്ധനീതിയാണ്, നിരായുധനായ വ്യക്തിയെ ആക്രമിക്കാൻ പാടില്ല, അയാളെ വധിക്കാൻ പാടില്ല എന്ന യുദ്ധ നിയമത്തെ അവർ അവിടെ ആ നിയമം, ആ നീതി ഈ മഹാരഥന്മാർ അപ്പോൾ പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയാനായിട്ട് കാരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നിരായുധനായ അഭിമന്യുവിന് നേരെ മറ്റുള്ള മഹാരഥന്മാരായിട്ടുള്ള ശത്രുപക്ഷത്തുള്ള യോദ്ധാക്കൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ്. തബ് അപ്പോൾ മേം ഞാൻ രഥ് കാ ടൂട്ടാ ഹുവ പഹിയ രഥത്തിൻ്റെ തകർന്ന ചക്രം, ഉസ്കെ ഹാത്തോ മേം അവൻ്റെ കൈകളിൽ, ആ വ്യക്തിയുടെ കൈകളിൽ, ബ്രഹ്മാസ്ത്രോം സേ ബ്രഹ്മാസ്ത്രങ്ങളോട്, ലോഹാലേ സക്താഹും ഫൈറ്റ് ചെയ്യാൻ കഴിയും, പടപുരുതാൻ കഴിയും. ലോഹാലേന പടപുരുതുക, ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ പറയുന്നത് ആ സന്ദർഭത്തിൽ അങ്ങനെ അഭിമന്യു നിരായുധനായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം കൊണ്ട് ബ്രഹ്മാസ്ത്രങ്ങളെ ഫൈറ്റ്, അതിനോട് എതിർത്തു, അതിനോട് പടപുരുതി. അതിനെതിരെ ഫൈറ്റ് ചെയ്തത് ഈ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം കൊണ്ടാണ്. മേം രഥ് കാ ടൂട്ടാ ഹുവ പഹിയാഹും ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ എന്നാൽ മുജേ ഫേങ്കോ മത് എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസം കി സാമൂഹിക് ഗതി, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം, ഇതിഹാസം കി ചരിത്രങ്ങളുടെ, സാമൂഹിക് ഗതി കൂട്ടമായിട്ടുള്ള ഒഴുക്ക്, ചരിത്രങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഒഴുക്ക്. സഹസ ജൂട്ടി പഡ്ജാനെ പർ, സഹസ പെട്ടെന്ന്, ജൂട്ടി പഡ്ജാനെ പർ അസത്യമായാൽ, ചരിത്രങ്ങളുടെ കൂട്ടമായ ഒഴുക്ക് പെട്ടെന്ന് അസത്യമായാൽ, ക്യാ ജാനെ ആർക്കറിയാം, സച്ചായി സത്യം, ടൂട്ടേ ഹുയേ പഹിയോം കാ പൊട്ടിയ രഥചക്രങ്ങളുടെ ആശ്രയിക്കും എന്ന് ആർക്കറിയാം. അപ്പോൾ ഇവിടെ കവി പറയുന്നത് ഈ രീതിയിൽ ചരിത്രങ്ങളിൽ അസത്യം, പെട്ടെന്ന് അസത്യങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യം എന്ത് ചെയ്യും? അതിനെ എതിർക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ആശ്രയിക്കും എന്ന് ആർക്കറിയാം. അപ്പോൾ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ കവി പറയുന്നത് ചരിത്രത്തിലെ, അതായത് സമൂഹത്തിലെ പല അനീതികളെയും എതിർക്കുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്. പലപ്പോഴും മഹാരഥന്മാർ, ചരിത്രത്തിലെ പല പ്രധാനപ്പെട്ട വ്യക്തികൾ വരെ എന്ത് ചെയ്യും? അനീതി, അസത്യത്തിൻ്റെ ഭാഗത്ത് നിലനിൽക്കുമ്പോൾ നിസ്സാരമായ പൊട്ടിയ രഥചക്രം പോലെയുള്ള നിസ്സാരമായിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ ആയിരിക്കും അതിനെതിരെ പടപൊരുത്തുന്നത്. ഇതാണ് ഇതിൻ്റെ വേർഡ് മീനിങ്, സെൻറ്റൻസ് മീനിങ്. ഇതിൻ്റെ ഓരോ വരികളുടെയും മീനിങ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ വരികളുടെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ വരികളുടെയും ഓരോ വാക്കിൻ്റെയും മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് പഠിക്കാൻ. ഇത് വീണ്ടും വീണ്ടും വായിക്കണം. കാരണം ഞാൻ വീണ്ടും പറയാറുണ്ട്, മുമ്പ് പറയാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക ആ ചാപ്റ്ററിൽ നിന്നാണ്, ആ പോയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പോയത്തിൻ്റെ വരികൾ, എല്ലാ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഇനി ഇത് നമുക്കിതിൻ്റെ ടിപ്പണിയിലേക്ക് കടക്കാം. ഇതിൻ്റെ ടിപ്പണി ഞാൻ നിങ്ങൾക്ക് 10 വേർഡ്സാണ് തരുന്നത്. 10 ഹിന്ദി വേർഡ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ മെത്തേഡ് ഞാൻ മുമ്പേ വിശദീകരിച്ചു കഴിഞ്ഞു, നമ്മുടെ മുൻ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാത്തവർ പോയി കാണണം. അവിടെയൊക്കെ ഞാൻ വിശദീകരിക്കുന്നു. നമ്മളുടെ പഠന രീതി വളരെ ഈസി ആയിട്ടുള്ള പഠന രീതിയാണ്, മെത്തഡാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം തരുന്നത് 10 വേർഡ്സ്, 10 വാക്കുകളാണ് തരുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ആ 10 വാക്കുകൾ ആദ്യം നന്നായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ആ 10 വാക്കുകളുടെ അർത്ഥം നന്നായി മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ആ സെൻറ്റൻസുകൾ, ആ വാക്കുകളിൽ നിന്ന് ഉണ്ടാക്കേണ്ട സെൻറ്റൻസിൻ്റെ ആശയം മനസ്സിലാക്കുക, മലയാളത്തിലുള്ള ആശയം മനസ്സിലാക്കുക. എന്നിട്ട് അതിന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിലേക്ക് മാറ്റുക.
ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് 2 നോട്ട് വേണം, ഒരു ഫുൾ നോട്ട്, ഒരു ഷോർട്ട് നോട്ട്. ഷോർട്ട് നോട്ടിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ സെൻറ്റൻസ് പറയാനും ആ സെൻറ്റൻസ് എഴുതാനും. ആ വേർഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ സെൻറ്റൻസ് എഴുതാനും സെൻറ്റൻസ് പറയാനും. അപ്പോൾ ഇവിടെ നമുക്ക് 10 വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക് ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം. രണ്ടാമത്തെ ബേക്കാർ സമജ്കർ അല്ലെങ്കിൽ മത് ഫേങ്കിന. രണ്ടാമത്തെ മത് ഫേങ്കിന, എറിയരുത്. രണ്ടാമത്തെ വേർഡ് മത് ഫേങ്കിന, എറിയരുത്. മൂന്നാമത്തെ ഫസ് ജാത്താ ഹെ, അകപ്പെടുന്നു. നാലാമത്തെ ഘേർ ലേത്തി ഹെ, വളയുന്നു. 5 അധാർമിക ഹെ, അധാർമികമാണ്. അടുത്തത് അഭിമന്യു, 6ാമത്തെ വേർഡ് അഭിമന്യു. 7ാമത്തെ വേർഡ് ലോഹാലിയ, എതിർത്തു, ഫൈറ്റ് ചെയ്തു. ലോഹാലിയ, ഫൈറ്റ് ചെയ്തു. അടുത്ത വേർഡ് സമാജ് കി ഹാലത്ത്, സമൂഹത്തിൻ്റെ അവസ്ഥ. 9ാമത്തെ വേർഡ് കുജൽ ഡാൽത്തെ ഹെ അല്ലെങ്കിൽ കുജൽ ദേത്തെ ഹെ. കുജൽ ദേത്തെ ഹെ എന്ന് പറഞ്ഞാൽ ചവിട്ടി മരിക്കുന്നു. കുജൽ ദേത്തെ ഹെ, ചവിട്ടി മരിക്കുന്നു. അടുത്തത് മാനവ മൂല്യം കി, മാനുഷിക മൂല്യത്തിൻ്റെ. മാനവ മൂല്യം കി, മാനുഷിക മൂല്യത്തിൻ്റെ. ഇങ്ങനെ 10 വേർഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആ വേർഡ്സ് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് വിശദീകരിക്കാം. ഒന്നാമത്തെ ടൂട്ടാ പഹിയ ധർമ്മവീർ ഭാരതി കി കവിത ഹെ. ഒന്നാമത്തെ നമ്മൾ ടൂട്ടാ പഹിയാണ് പറഞ്ഞത്, പൊട്ടിയ ചക്രം. ടൂട്ടാ പഹിയ ധർമ്മവീർ ഭാരതി കി കവിത ഹെ. ടൂട്ടാ പഹിയ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. രണ്ടാമത്തെ വേർഡ് ബേക്കാർ മത് ഫേങ്കിന എന്നാണ്. മത് ഫേങ്കിന, വലിച്ചെറിയരുത്. അതിൻ്റെ സെൻറ്റൻസ് ഇസ് കവിത മേം രഥ് കി ടൂട്ടാ പഹിയ കഹത്തെ ഹെ കി. ഇസ് കവിത മേം രഥ് കി ടൂട്ടാ പഹിയ കഹത്തെ ഹെ. ഈ കവിതയിൽ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പറയുന്നു. ഈ കവിതയിൽ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പറയുന്നു. കി എന്ന്, ഇംഗ്ലീഷിലെ ദാറ്റാണ്, സെഡ് ദാറ്റാണ്. ആ ഉപയോഗിക്കുന്ന ദാറ്റാണ് കി, ഇടത്തോട്ട് വള്ളിയുള്ള കി. എന്ന് ഉസേ ബേക്കാർ സമജ്കർ മത് ഫേങ്കിന. അതിനെ ബേക്കാർ സമജ്കർ, യൂസ്ലെസ് ആണെന്ന് കരുതിയിട്ട്, ഉപയോഗമില്ലാത്തതാണെന്ന് കരുതിയിട്ട്, മത് ഫേങ്കിന, വലിച്ചെറിയരുത്. ഇസ് കവിതാമേം രഥ് കി ടൂട്ടാ പഹിയ കഹത്തെ ഹെ. ഈ കവിതയിൽ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പറയുന്നു. കി എന്ന്, ഉസേ ബേക്കാർ സമജ്കർ മത് ഫേങ്കിന. അതിനെ ഉപയോഗശൂന്യമാണെന്ന് കരുതിയിട്ട് വലിച്ചെറിയരുത്. അതിനെ ഉപയോഗശൂന്യമാണെന്ന് കരുതി വലിച്ചെറിയരുത്. അടുത്ത ഫസ് ജാത്താ ഹെ, അകപ്പെടുന്നു. അഭിമന്യു ചക്രവ്യൂഹമേം ഫസ് ജാത്താ ഹെ. അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെടുന്നു. ഫസ് ജാത്താ ഹെ ഒരു പരിചയമില്ലാത്ത വേർഡാണ്, അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിൽ പതിയത്തക്ക രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കണം. കൗരവ് സേന ഉസേ ഘേർ ലേത്തി ഹെ. ഘേർ ലേത്തി ഹെ, വളയുന്നു. കൗരവ് സേന ഉസ്സേ ഘേർ ലേത്തി ഹെ. കൗരവ് സേന അവനെ വളയുന്നു, അഭിമന്യുവിനെ വളയുന്നു. കൗരവ് സേന ഉസ്സേ, ഉസ്സേ എന്ന് പറഞ്ഞാൽ വഹ് പ്ലസ് കോ, ഉസ്കോ അല്ലെങ്കിൽ ഉസ്സേ, അവനെ. ഘേർ ലേത്തി ഹെ, വളയുന്നു. യുദ്ധമേം, യുദ്ധത്തിൽ. അടുത്ത വേർഡ് അധാർമികം എന്നാണ്. അധാർമികം, അധാർമികമായത്, തെറ്റായത്. യുദ്ധമേം, യുദ്ധത്തിൽ. നിരായുധ യോദ്ധാസേ, നിരായുധനായ യോദ്ധാവിനോട്. ലഡ്ന, പോരാടുന്നത്. അധാർമിക ഹെ, അധാർമികമാണ്. യുദ്ധത്തിൽ നിരായുധനായ യോദ്ധാവിനോട് ഫൈറ്റ് ചെയ്യുന്നത് അധാർമികമാണ്. അടുത്തത് അഭിമന്യു. ലേക്കിൻ സബ് അഭിമന്യു സെ ലഡ. എന്നാൽ എല്ലാവരും അഭിമന്യുവിനോട് യുദ്ധം ചെയ്തു. ലേക്കിൻ സബ് അഭിമന്യു സെ ലഡ. എല്ലാവരും അഭിമന്യുവിനോട് യുദ്ധം ചെയ്തു. അവിടെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലേക്കിൻ സബ് അഭിമന്യു സെ യുദ്ധ കിയ. സിമ്പിളായിട്ട് പറയാം. ലഡ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു, ഫൈറ്റ് ചെയ്തു. യുദ്ധ കിയ എന്ന് വേണമെങ്കിൽ പറയാം.
അഭിമന്യു ടൂട്ടാ പഹിയാസെ ലോഹാലിയ, അടുത്ത വീട് ലോഹാലിയ എന്നാണ്. ഫൈറ്റ് ചെയ്തു എന്ന് തന്നെയാണ്, എതിർത്തു. ആ ലഡ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ലോഹാലിയ പറയാം, എതിർത്തു എന്ന് പറയാം. അഭിമന്യു ടൂട്ടാ പഹിയാസെ, അഭിമന്യു പൊട്ടിയ ചക്രം കൊണ്ട്, തകർന്ന ചക്രം കൊണ്ട്. സേയുടെ ഇവിടുത്തെ അർത്ഥം കൊണ്ട്, വിത്ത്, ഇംഗ്ലീഷിലത്തെ വിത്ത് കേട്ടാ, വിത്ത് ബ്രോക്കൺ വീൽ. അഭിമന്യു ടൂട്ടാ പഹിയാസെ ലോഹാലിയ. അഭിമന്യു പൊട്ടിയ ചക്രം കൊണ്ട്, തകർന്ന രഥചക്രം കൊണ്ട് ഫൈറ്റ് ചെയ്തു, ലോഹാലിയ ഫൈറ്റ് ചെയ്തു. ഹമാരെ സമാജ് കി ഹാലത്ത് ബി ഐസി ഹേ, സമാജ് കി ഹാലത്താണ് അടുത്ത വീട്, സമൂഹത്തിൻ്റെ അവസ്ഥ. ഹമാരെ സമാജ് കി ഹാലത്ത് ബി, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും കൂടി, ഐസി ഹേ, ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും. അധാർമിക് കെ വിരുദ്ധ്, അധാർമികത്തിനെതിരായി, അധർമ്മത്തിനെതിരായി, അധാർമിക് കെ വിരുദ്ധ്, അധർമ്മത്തിനെതിരായി. ആവാസ് ഉടാത്തെ വ്യക്തിക്കോ, ശബ്ദമുയർത്തുന്ന വ്യക്തിയെ, കുജൽ ഡാൽത്തെ ഹേ, കുജൽ ഡാൽത്തെ ഹേ, ചവിട്ടിമെതിക്കുന്നു, അടിച്ചമർത്തുന്നു. അധാർമിക് കെ വിരുദ്ധ് ആവാസ് ഉടാത്തെ വ്യക്തിക്കോ, അധർമ്മത്തിനെതിരായി ശബ്ദമുയർത്തുന്ന വ്യക്തിയെ, കുജൽ ഡാൽത്തെ ഹേ, ചവിട്ടിമെതിക്കുന്നു. മാനവ മൂല്യം കി ശക്തി, മാനവ മൂല്യങ്ങളുടെ ശക്തി. കവി സരൽ ഭാഷാമേം, കവി ലളിതമായ ഭാഷയിൽ, കഹത്തെ ഹേ, പറയുന്നു. മാനവ മൂല്യങ്ങളുടെ ശക്തി കവി ലളിതമായ ഭാഷയിൽ പറയുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള 10 സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ പഠിക്കുക. ആദ്യം 10 വേർഡ്സ് നിങ്ങൾ നന്നായി അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഷോർട്ട് നോട്ട് എഴുതിയിട്ട് ആദ്യം ആ 10 വേർഡ്സ് നന്നായി അർത്ഥം മനസ്സിലാക്കുക. ഇനി ആ 10 വേർഡ്സ് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ മലയാള ആശയം പറഞ്ഞു നോക്കുക. കാരണം ആശയം മനസ്സിലില്ലാതെ ഒരു കാര്യമില്ല, നിങ്ങൾക്കത് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. ആശയം നിങ്ങളുടെ മനസ്സിൽ വരണം. ഈ 10 സെൻറ്റൻസിൻ്റെയും ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ ആശയം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വേർഡ്സ് നോക്കി പറയാനും വേർഡ്സ് നോക്കി എഴുതാനും പറയുന്നത്. പലരുടെയും മനസ്സിൽ ആശയമല്ല, വെറുതെ ബൈ ഹാർട്ട് പഠിക്കുകയാണ്. അത് ഡേഞ്ചറാണ്. ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർമ്മ വന്നുകൊള്ളണമെന്നില്ല. എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ടോട്ടലി മിസ്സാവും. അതുപോലെ നിങ്ങൾക്ക് അത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേർഡ് ആദ്യം മീനിങ് കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആശയമാണ്. ആ സെൻറ്റൻസിൻ്റെ ആശയം പറയാൻ വേണ്ടത്. എന്നിട്ട് വേണം സെൻറ്റൻസിലേക്ക് പോകാൻ. അങ്ങനെ അതിൻ്റെ കറക്റ്റ് വേലന് നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾക്കത് നന്നായി മനസ്സിലേക്ക് പഠിക്കാൻ പറ്റും. എക്സാമിനൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ഇത് തന്നെ ആർക്കെങ്കിലും ഒന്നും കൂടിയും വലുതാക്കണം, 10 സെൻറ്റൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. 10 12 15 സെൻറ്റൻസ് ആക്കണം, ഒന്നുകൂടി വലുതാക്കണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ ആഡ് ചെയ്യാനും പറ്റും. ഇത് പഠിച്ച് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആശയം മനസ്സിലാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും അതിൽ. അത് ഈസിയാണ്. അപ്പോൾ ഇത് നന്നായി വീണ്ടും കേൾക്കുക. നോട്ട്സ് എഴുതുക, ഫുൾ നോട്ട് എഴുതുക, ഷോർട്ട് നോട്ട് എഴുതുക, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. അതുപോലെ പഠിച്ചെഴുതിയിട്ടും അയച്ചു തരാം.